ആലപ്പുഴയിലേക്കൊന്ന് പോകാം. അവിടെ പലയിടത്തും ഇതേപോലെ തന്നെ വെള്ളക്കെട്ട് തന്നെയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, എന്തൊക്കെ മുന്നറിയിപ്പുകൾ നൽകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കണ്ട കാഴ്ചകളൊക്കെ റോഡുണ്ടെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ആലപ്പുഴയും അത്തരത്തിൽ വളരെ പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. എന്തൊക്കെ വിവരങ്ങളാണ് പലയിടങ്ങളിൽ നിന്നായി ലഭിക്കുന്നത്? നിലവിൽ രാവിലെ മഴയുണ്ടോ? ജിൽസി, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവിക്കുന്ന വലിയ രൂക്ഷമായ പ്രശ്നം ആലപ്പുഴ ജില്ലയിൽ അനുഭവപ്പെടുന്നില്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും അനുഭവിക്കുന്ന ദുരിതമാവട്ടെ വളരെ പ്രധാനപ്പെട്ടതുമാണ് എന്നാണ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം, താഴ്ന്ന പ്രദേശങ്ങൾ അധികമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് കുട്ടനാട് ഭാഗങ്ങൾ ഏതാണ്ട് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് നിറഞ്ഞു കഴിഞ്ഞു. കാരണം കുട്ടനാടിന്റെ ഒരു പ്രത്യേകത എന്നത് മഴ മാത്രമല്ല, കിഴക്കൻ വെള്ളം, അതായത് മീനച്ചിലാറിൽ മണിമലയാറിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന ജലം കുട്ടനാട്ടിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ അവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് പല സ്ഥലങ്ങളും ഒറ്റപ്പെടുന്നുണ്ട്. ഈ എടത്വ തിരുവല്ല റൂട്ടിൽ ഇന്നും KSRTC ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇപ്പോഴും താൽക്കാലികമായി അവിടെ ഗതാഗതം നിലച്ചിട്ടുണ്ട്. നീരേറ്റുപുറം ഭാഗത്തേക്ക് ഈ വാഹനങ്ങളില്ലാത്തത്, ആ ഭാഗം വാഹനങ്ങളില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടപ്പള്ളി എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട കടലോരവും കായലോരവും ഒക്കെ പങ്കിടുന്ന ഒരു പ്രദേശത്താണ് ഉള്ളത്. പുറക്കാട് പഞ്ചായത്തിന്റെ 8ാം വാർഡാണ് ഞാൻ നിൽക്കുന്ന പ്രദേശം. ഈ പ്രദേശം ഇപ്പോൾ ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ നടത്തിയ കൃഷികളൊക്കെ വെള്ളം കയറി കിടക്കുന്ന ഒരവസ്ഥ. ഏതാണ്ട് 300ഓളം വീടുകൾ പല ഭാഗങ്ങളിലായി വെള്ളം കയറിയ ഒരു സ്ഥിതി ഇവിടെയുണ്ട്. കാരണം ഇവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു. ഇന്നലെ ഇതിനേക്കാൾ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇന്ന് മഴ ഇടയ്ക്ക് ശമിക്കുമ്പോൾ ആ വെള്ളം വലിഞ്ഞു മാറുന്ന ഒരു കാര്യമുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ തൊട്ടടുത്താണ് ഉള്ളത്. അവിടെ പുഴി മുറിക്കുന്നതും ഇവരെ സംബന്ധിച്ചിടത്തോളം വെള്ളം കയറുന്നതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു വീടിന് മുന്നിലാണ് നിൽക്കുന്നത്. ഈ വീട് ഏറെക്കുറെ വെള്ളത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു മെല്ലെ. ഇപ്പോൾ ഏതാണ്ട് പടി കടന്ന് അകത്തേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഈ വീടിനുണ്ട്. ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കനത്ത ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം മഴ ഇങ്ങനെ തുടർന്നാൽ ഇത് വെള്ളം നിറയാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെ ഏതാണ്ട് 300ഓളം വീടുകളുണ്ട്. ആ വീടുകളിലേക്കൊക്കെ നമുക്ക് നേരിട്ട് പോയി എത്താൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രശ്നമുണ്ട്. ഞാൻ തന്നെ നിൽക്കുന്നത് മുട്ടറ്റം വെള്ളത്തിലാണ് ഉള്ളത്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഴ ഇങ്ങനെ നിലനിന്നാൽ വലിയ പ്രയാസത്തിലേക്കായിരിക്കും ഈ ഭാഗം പോവുക. ആ അർത്ഥത്തിൽ ഉള്ള ഒരു പ്രയാസം നേരിടുന്ന ഭാഗമാണ് തോട്ടപ്പള്ളിയിലെ ഈ പുറക്കാട് പഞ്ചായത്തിലെ 8ാം വാർഡിന്റെ പ്രദേശം. ഈ പുറക്കാട് പഞ്ചായത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇതിനേക്കാൾ വെള്ളം ഉണ്ടായിരുന്നു അല്ലേ? ഇന്നലെ വെള്ളം കൂടുതലായിരുന്നു. എല്ലാ തവണ ഇങ്ങനെയാണോ? എല്ലാ തവണയും ഇല്ല. ഇങ്ങനെ 2 ദിവസം കിടന്നിട്ട് പോകുന്ന വെള്ളം. ഇത്തവണ ഇങ്ങനെ ഇത്രയും വെള്ളം കൂടിയത്. ആരെങ്കിലും ഇവിടേക്ക് വന്നിരുന്നോ? ആരും വന്നൊന്നും ഇല്ല ഇവിടെ. തൊട്ടടുത്ത് ഈ തോട്ടപ്പള്ളിയിലെ ചെറിയ റോഡ് വൃത്തിയാക്കുകയും കുറച്ച് ക്രമീകരണങ്ങളൊക്കെ നടത്തിയൊക്കെ ചെയ്തായിട്ട് കാണുന്നുണ്ട്. അവിടെ ഉള്ളൊരു പൊക്കം അതേ ഉള്ളു. ഞങ്ങൾ അവിടെ ചെന്ന് ഇന്നെങ്കിലേ പൊക്കമുള്ളു. ബാക്കി എല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുക. ഒരു ബാത്റൂമിൽ പോലും പോകാനായിട്ടൊരു സൗകര്യമില്ല. ബാത്റൂം എല്ലാം മുങ്ങി. ഞങ്ങൾക്ക് പോലും പല വീടുകളിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ മറ്റൊരു വീടുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിനൊക്കെ രൂക്ഷമായപ്പോൾ നിങ്ങൾ എങ്ങനെ ഇത് നേരിട്ടത്? ഇന്ന് എവിടെങ്കിലും പോകാമെന്നും പറഞ്ഞിരിക്കുവായിരുന്നു. അന്നേരം ഇപ്പൊ ചെറുതായിട്ടൊന്ന് ഇറങ്ങുന്നു വെള്ളം. മുറികളാത്തൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തൂത്ത് തുടക്കി വരുന്നു രാവിലെ. ജിൽസി, അതാണ് പിന്നെ ആലപ്പുഴയിലെ ഒരു പ്രശ്നം ഇതാണ്. പ്രത്യേകിച്ച് ഈ താഴ്ന്ന പ്രദേശങ്ങൾ കാർഷിക മേഖല കൂടിയാണ്. പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള കൃഷികൾ നടക്കുന്നുണ്ട്. അത് നേരിട്ട് കർഷകരായി ജീവിക്കുന്നവർ മാത്രമല്ല, തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്. ഇപ്പോൾ കൃഷി വകുപ്പിന്റെ കീഴിൽ നിന്നുള്ള ഈ കാർഷിക മേഖല നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ വെള്ളം കയറി കിടക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കടലോരത്താണെങ്കിൽ കടലാക്രമണം രൂക്ഷമാണ്. തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ ഭാഗത്തൊക്കെ കടലാക്രമണം രൂക്ഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത്രത്തോളം പ്രയാസങ്ങൾ കടലോരങ്ങളിലും അനുഭവിക്കുന്നുണ്ട്. അതായത് ആലപ്പുഴ ജില്ലയുടെ തീരമേഖലകൾ ഏതാണ്ടൊക്കെ വെള്ളത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ അർത്ഥത്തിൽ ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം പൊങ്ങുന്നു. ഇവിടെ 12 ക്യാമ്പുകളിലായി 800ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്ന് സർക്കാർ പറയുന്നു. അതോടൊപ്പം തന്നെ കടലിൽ മത്സ്യബന്ധനത്തിന് പോയി ശക്തമായ കാറ്റ് സഹിക്കാൻ വയ്യാതെ ഈ കടലിലേക്ക് ഇറങ്ങിയ വള്ളം മറിഞ്ഞ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ആ അർത്ഥത്തിൽ ഇന്ന് ഒരു മഴക്കെടുതി മരണമടക്കം റിപ്പോർട്ട് ചെയ്ത ആലപ്പുഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മഴക്കാലത്ത് ആലപ്പുഴയിൽ അനുഭവപ്പെടുന്നത്.